ഗാസയിൽ യുദ്ധനിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തി ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയ്ക്ക് ഉപയോഗിച്ചവയിൽ മനുഷ്യരെ ആവിയാക്കാനും ചാരമാക്കാനും കഴിവുള്ളത്ര മാരകമായ നിരോധിത ആയുധങ്ങളും അന്താരാഷ്ട്ര തലത്തിൽ നിരോധിച്ച തെർമോബാരിക് ആയുധങ്ങളും ഗാസയിൽ ഇസ്രായേൽ ആസൂത്രിതമായി ഉപയോഗിച്ചതായി അൽ ജസീറ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. ഇതിലൂടെ 2800-ലേറെ പലസ്തീനികളാണ് അപ്രത്യക്ഷരായത്. വാക്വം എയറോസോൾ ബോംബുകൾ എന്നറിയപ്പെടുന്ന ഈ ആയുധങ്ങൾ ഇസ്രായേൽ ആസൂത്രിതമായി ഉപയോഗിച്ചതായാണ് ഈ പ്രതിഭാസത്തിന് കാരണമെന്ന് വിദഗ്ധരും ദൃക്സാക്ഷികളും വ്യക്തമാക്കുന്നു. 3500 ഡിഗ്രി സെൽഷ്യസിലേറെ താപനില സൃഷ്ടിക്കാൻ കഴിവുള്ള ഈ ആയുധങ്ങൾ ഒരു പ്രദേശത്ത് പതിക്കുന്നതിലൂടെ അവിടെയുള്ളവരെല്ലാം ആവിയായി പോകുന്ന പ്രതിഭാസമാണ് സൃഷ്ടിക്കപ്പെടുക. അൽ ജസീറ അറബിക് അന്വേഷണമായ ദി റെസ്റ്റ് ഓഫ് ദി സ്റ്റോറി പ്രകാരം 2023 ഒക്ടോബറിൽ ഗാസയിൽ വംശഹത്യ ആരംഭിച്ചതിനു ശേഷം 2842 പാലസ്തീനികളാണ് ഇത്തരത്തിൽ അപ്രത്യക്ഷരായതെന്ന് സിവിൽ ഡിഫൻസ് ടീമുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. രക്തക്കറയോ ചെറിയ എല്ലിൻ കഷ്ണങ്ങളോ അല്ലാതെ മറ്റ് അവശിഷ്ടങ്ങളൊന്നും അവശേഷിപ്പിച്ചിട്ടില്ല. ഇത്തരത്തിൽ പൂർണ്ണമായും തുടച്ചു നീക്കപ്പെട്ടവരുടെ യഥാർത്ഥ കണക്ക് ഇതിലുമേറെ വരും. പൂർണ്ണ ഉന്മൂല രീതിയാണ് ആക്രമണം പ്രദേശങ്ങളിൽ ഇസ്രായേൽ അവലംബിച്ചതെന്ന് സിവിൽ ഡിഫൻസ് ടീം വക്താവ് മഹൂദ് ബസൽ വ്യക്തമാക്കി. തങ്ങൾ ഓരോ പ്രദേശത്തും ചെന്ന് അവിടെ കണ്ടെടുത്ത മൃതദേഹങ്ങളുടെയും യഥാർത്ഥ താമസക്കാരുടെയും എണ്ണങ്ങൾ തമ്മിൽ ക്രോസ് റഫറൻസ് ചെയ്താണ് കണക്കെടുക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഉദാഹരണമായി തങ്ങളുടെ വീട്ടിലെ 5 പേരെ കാണാതായെന്ന് ഒരു കുടുംബം തങ്ങളോട് പറയുകയും അതിൽ 3 മൃതദേഹങ്ങൾ മാത്രം കേടുകൂടാതെ കണ്ടെത്താനാവുകയും ചെയ്താൽ ബാക്കിയുള്ള 2 എണ്ണം ബാഷ്പീകരിക്കപ്പെട്ടതായി ഞങ്ങൾ കണക്കാക്കും. അവരുടെ മൃതദേഹങ്ങൾക്കായുള്ള സമഗ്രമായ തിരച്ചിൽ ജീവശാസ്ത്രപരമായ അടയാളങ്ങൾ മാത്രമേ ലഭിക്കൂ. ചുവരുകളിൽ രക്തം സ്പ്രേ ചെയ്തതുപോലെയോ തലയോട്ടിയുടേതോ മറ്റു ചെറിയ കഷ്ണങ്ങളൊക്കെ ആകാം കണ്ടെത്താനാവുക എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇസ്രായേലി യുദ്ധോപകരണങ്ങളിലെ പ്രത്യേക രാസഘടനകൾ നിമിഷങ്ങൾക്കുള്ളിൽ മനുഷ്യ ശരീരങ്ങളെ ചാരമാക്കി മാറ്റുന്നതും പൂർണ്ണമായും മായ്ക്കപ്പെടുന്നതും എങ്ങനെയെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. തെർമോബാരിക് ആയുധങ്ങൾ ആളുകളെ കൊല്ലുക മാത്രമല്ല പൂർണ്ണമായും നശിപ്പിക്കുന്നതായി റഷ്യൻ സൈനിക വിദഗ്ധനായ വാസിലി ഫാറ്റിഗറോവ് പറഞ്ഞു. പരമ്പരാഗത സ്ഫോടക വസ്തുക്കളിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ ആയുധങ്ങളുടെ പ്രഹരശേഷി. കത്തുന്ന സമയം ദീർഘിപ്പിക്കാൻ അലുമിനിയം, മാഗ്നീഷ്യം, ടൈറ്റാനിയം എന്നിവയുടെ പൊടികൾ രാസമിശ്രിതത്തിൽ ചേർക്കുന്നു. ഇത് സ്ഫോടനത്തിന്റെ താപനില 2500 മുതൽ 3000 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർത്തുന്നു. അമേരിക്കൻ ഐക്യനാടുകളിൽ നിർമ്മിച്ച MK-84 പോലുള്ള ബോംബുകളിൽ ഉപയോഗിക്കുന്ന TNT, അലുമിനിയം പൊടി എന്നിവയുടെ മിശ്രിതമായ ട്രൈറ്റോണൽ ആണ് തീവ്രമായ ചൂട് സൃഷ്ടിക്കുന്നതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. ഇതേ ആയുധങ്ങളാണ് ഗാസയിൽ ആയിരങ്ങളെ തുടച്ചു നീക്കാൻ ഇസ്രായേൽ ഉപയോഗിച്ചത്. ഏകദേശം 80% വെള്ളത്താൽ നിർമ്മിതമായ മനുഷ്യ ശരീരത്തിൽ ഇത്രയും വലിയ ചൂടിന്റെ ജൈവശാസ്ത്രപരമായ സ്വാധീനം എത്രത്തോളമാണെന്ന് ഗാസയിലെ പാലസ്തീൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഡയറക്ടർ ജനറൽ ഡോക്ടർ മുനീർ അൽ ബറഷ് വിശദീകരിച്ചു. 1000 ഡിഗ്രി സെൽഷ്യസ് ആണ് വെള്ളത്തിന്റെ തിളനില. ഒരു ശരീരം 3000 ഡിഗ്രിയിൽ കൂടുതൽ ഊർജത്തിന് വിധേയമാകുമ്പോൾ വലിയ സമ്മർദ്ദവും വലിയ ഓക്സീകരണവും കൂടിച്ചേരുകയും ദ്രാവകങ്ങൾ തൽക്ഷണം തിളച്ചുമറിയുകയും ചെയ്യും. ഇതിലൂടെ ഉള്ളിലെ ദ്രാവകങ്ങൾ ബാഷ്പീകരിക്കപ്പെടുകയും ശരീരം ചാരമായി മാറുകയോ ആവിയാക്കപ്പെടുകയോ ചെയ്യും എന്നും അദ്ദേഹം വിശദമാക്കി. ട്രൈറ്റോണൽ നിറച്ച MK-84 ഹാമർ മിസൈൽ 3500 സെൽഷ്യസ് വരെ ചൂട് ഉൽപ്പാദിപ്പിക്കുന്നു. മനുഷ്യരെ മാത്രമല്ല വലിയ കെട്ടിടങ്ങളെ പോലും 100 കണക്കിന് മീറ്ററുകൾ അകലേക്ക് ചിതറിക്കാൻ ഈ ആയുധങ്ങൾക്ക് സാധിക്കും. 907 കിലോ തൂക്കം വരുന്ന MK-84 മിസൈലുകൾക്ക് 3.84 മീറ്ററാണ് നീളം. മാർക്ക് 80 സീരീസിലെ ഏറ്റവും വലുതായ ഇത് F-16, F-15 ജെറ്റുകളിൽ നിന്നാണ് തൊടുത്തുവിടുന്നത്. ഒരിടത്ത് പതിച്ചാൽ അവിടെ 1015 മീറ്റർ വരെ ആഴമുണ്ടാക്കാൻ ഇവയ്ക്ക് സാധിക്കും. 2024 സെപ്റ്റംബർ 10 തെക്കൻ ഗാസയിലെ ഖാൻ യൂനിസിലെ അൽ മവാസി അഭയാർത്ഥി ക്യാമ്പിലടക്കം ഈ അതിഭീകരായുധം കൊണ്ടുള്ള ആക്രമണം ഇസ്രായേൽ നടത്തിയിട്ടുണ്ട്. കടുത്ത നാശകാരിയായ ഈ ആയുധങ്ങളുടെ ഉപയോഗം ഇസ്രായേലിനെ മാത്രമല്ല അതിന്റെ പാശ്ചാത്യ വിതരണക്കാരെയും ബാധിക്കുമെന്ന് നിയമവിദഗ്ധർ പറയുന്നു. ഇത് ഇസ്രായേലിന്റെ മാത്രം വംശഹത്യയല്ല, ആഗോളതലത്തിലുള്ള വംശഹത്യയാണെന്ന് ഖത്തറിലെ ജോർജ് ടൗൺ സർവകലാശാല ലെക്ചറായ അഭിഭാഷക ഡയാന ബുട്ടു പറഞ്ഞു. അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നും ഈ ആയുധങ്ങളുടെ നിരന്തരം ഒഴുക്ക് കാണാം. ഇവയ്ക്ക് സൈനികരെയും കുട്ടികളെയും തമ്മിൽ വേർതിരിച്ചറിയാൻ കഴിയില്ലെന്നവർക്കറിയാം. എന്നിട്ടും അവർ അത് അയക്കുന്നത് തുടരുന്നു. ദോഹയിലെ അൽ ജസീറ ഫോറത്തിൽ സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞു.
അന്താരാഷ്ട്ര നിയമപ്രകാരം സൈനികരെയും അല്ലാത്തവരെയും വേർതിരിച്ചറിയാൻ കഴിയാത്ത ആയുധങ്ങൾ ഉപയോഗിക്കുന്നത് യുദ്ധകുറ്റമാണെന്ന് ബൂട്ടു വ്യക്തമാക്കി. ഇസ്രായേലിന്റെ കൈവശം ഈ നിരോധിത ആയുധങ്ങൾ ഉണ്ടെന്നും അവർ ഉപയോഗിക്കുന്നുണ്ടെന്നും ലോകത്തിനറിയാമെന്നും ബൂട്ടു പറഞ്ഞു. 2024 ജനുവരിയിൽ ഇസ്രായേലിനെതിരെ അന്താരാഷ്ട്ര നീതിന്യായ കോടതി താൽക്കാലിക നടപടികൾ പുറപ്പെടുവിക്കുകയും വംശഹത്യ തടയാൻ ഉത്തരവിടുകയും 2024 നവംബറിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടും ഗാസയിലെ കൂട്ടക്കൊല നിർബാധം തുടർന്നു. ഗാസയുടെ കാര്യത്തിൽ അന്താരാഷ്ട്ര നീതിന്യായ വ്യവസ്ഥ പരാജയപ്പെട്ടതായി ഇന്റർനാഷണൽ ലോ പ്രൊഫസർ താരിഖ് ഷൻദാബ് പറഞ്ഞു. 2025 ഒക്ടോബർ 10 വെടിനിർത്തൽ പ്രഖ്യാപിച്ച ശേഷം ഇതുവരെ 600-ലേറെ പലസ്തീനികളാണ് ഗാസയിൽ കൊല്ലപ്പെട്ടതെന്നും ഷൻദാബ് പറഞ്ഞു. 1184 പേർക്കാണ് പരിക്കേറ്റത്. ഉപരോധം, പട്ടിണി എന്നിവയിലൂടെയും യുദ്ധം തുടരുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. മരുന്നിനും ഭക്ഷണത്തിനും മേലുള്ള ഉപരോധം തന്നെ മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. UN സുരക്ഷാ കൗൺസിലിൽ അമേരിക്കയുടെ വീറ്റോ അധികാരം ഇസ്രായേലിന് നൽകിയ ശിക്ഷാ ഇളവ് ഷൻദാബ് ചൂണ്ടിക്കാട്ടി. എങ്കിലും രാഷ്ട്രീയ ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ജർമ്മനി, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിലെ സാർവത്രിക അധികാര പരിധിയിലുള്ള കോടതികൾക്ക് നീതിക്കായി ബദൽ മാർഗം വാഗ്ദാനം ചെയ്യാൻ കഴിയുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അന്താരാഷ്ട്ര തലത്തിൽ നിരോധിച്ച വൈറ്റ് ഫോസ്ഫറസ്, അപകടകരമായ ബോംബുകൾ, US-ൽ നിന്നുള്ള മിസൈലുകൾ എന്നിവയും ഇസ്രായേൽ ഗാസ വംശഹത്യയ്ക്ക് ഉപയോഗിക്കുന്നതായും റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. ആളുകളെ ഇല്ലാതാക്കാൻ മാത്രമല്ല, ജീവൻ തിരിച്ചു കിട്ടിയവർക്ക് കാഴ്ച നഷ്ടം, ക്യാൻസർ, ചർമ്മത്തിലെ പൊള്ളൽ തുടങ്ങി പല മാരകമായ ശാരീരിക അസുഖങ്ങൾക്കും ഇത് കാരണമാകും.